ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു എമൗണ്ട് നമുക്ക് ഒരു കുഞ്ഞു ചെടി അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇട്ടിരിക്കുന്ന വെള്ളത്തിൽ നമുക്ക് കിട്ടും. സോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലവ് കുറയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പലർക്കും അറിയില്ലാത്തൊരു കാര്യമായിരിക്കും. നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ കോഴിയൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്താണ് കൊടുക്കാറുള്ളത്? നമ്മളിപ്പോൾ തവിട് വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ വേസ്റ്റും കുറച്ച് തവിട് എന്തെങ്കിലുമൊക്കെ വച്ചല്ലേ നിങ്ങൾ സാധാരണ നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫീഡ് കൊടുക്കുന്നതിന് പകരം അവിടെ നമുക്ക് എന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫീഡാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചിലവ് നമുക്ക് പകുതി വരെ കുറയ്ക്കാൻ പറ്റും. സോ നമുക്കത് കുറച്ചുകൂടെ ഈ കോഴി വളർത്തൽ ആദായമാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ ആദായമാക്കാൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അസോളയെക്കുറിച്ചാണ്. സോ തമ്പനിയിൽ നിങ്ങൾ കണ്ടു കാണും, അസോള വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതിനും അപ്പുറം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഈ അസോള എന്ന് പറഞ്ഞൊരു മാത്രം ഇതൊരു ഫാൻ ടൈപ്പാണ് അസോള. നമ്മൾ ഫാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഈ സൈഡിലൊക്കെ മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ പൊടിക്കില്ലേ, ഇതിനെയാണ് നമ്മൾ സാധാരണ ഫാൻസ് എന്ന് പറയുന്നത്. ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പന്നൽ ചെടികൾ അങ്ങനെയൊക്കെ പറയും അല്ലേ മലയാളത്തിൽ. സോ അപ്പോൾ ഇതുപോലെ ഇത് സാധാരണ സോയിൽ വളരുന്ന ഫാൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് സോയിൽ ഫാൻസ് ആണ്. പക്ഷേ നമ്മുടെ വാട്ടർ ഫാനിനൊരു എക്സാമ്പിളാണ്. വാട്ടറിൽ പലതരത്തിലുള്ള ഫാൻസ് നമ്മളതിൽ സെയിലിനുണ്ട്. അപ്പോൾ വാട്ടർ ഫാനിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ കാണപ്പെടുന്ന അസോള. ഈ അസോളയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് ഇങ്ങനത്തെ ഒരു റൂട്ടാണ് ഇതിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ റൂട്ട് സിസ്റ്റം. ഇതാണ് ഇത്രയേ ഉള്ളൂ ഒരു പ്ലാന്റ്. ഇത് രണ്ട് പ്ലാന്റ് സോറി. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുഞ്ഞായിട്ട് ഇത് സെപ്പറേഷൻ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് ഇത് കുഞ്ഞു പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്. സോ ഫ്രാഗ്മെൻറ്റേഷന് വേണ്ടി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ പ്ലാന്റ് ഇവിടെ നിന്ന് തനിയെ സ്വന്തമായിട്ട് ഇത് ഡിവൈഡ് ആവും. കണ്ടോ, ഇങ്ങനെ ഡിവൈഡ് ആയതിനു ശേഷം ഇത് തന്നെ ഒരു 3 പ്ലാന്റായി. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ മാറ്റിക്കൊണ്ട് ഈ 3 പ്ലാന്റിനെ ഇവിടെ ഇട്ടേന്ന് കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിയുമ്പോൾ ഇതിൽ ഫുൾ അങ്ങ് ക്രൗഡായിട്ട് മാറും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. ഞാനിപ്പോൾ ഈ പ്രൊപ്പഗേഷന് വേണ്ടത് ഇത് എൻ്റെ ഒരു യൂണിറ്റാണ്. ഇത് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ സൈഡിൽ വളർത്തുന്ന ഒരു വലിയ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് മാത്രമല്ല ഫിഷും ഉണ്ട്. സോ അതുകൊണ്ട് കൂത്താടി വരില്ല, അവിടെയൊക്കെ ഫിഷ് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മുടെ കയ്യിലുണ്ട് പ്ലാന്റ്സ് ഉണ്ട്. അസോള ഇതിൽ കുറച്ചിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ മൊത്തം അസോളയാണ്. അത് മൊത്തം ക്രൗഡായിട്ടുണ്ട് അസോള. പിന്നെ എൻ്റെ കയ്യിൽ വാട്ടർ പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട്. വാട്ടർ പ്ലാന്റ്സ് ഇപ്പോൾ ആമ്പൽ താമര എല്ലാം മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ നിന്ന് മേടിക്കാം. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ഈ അസോള നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണിച്ച അസോള നമുക്ക് വളർത്താൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസോള നിങ്ങളിപ്പോൾ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസോള വളർത്താൻ വേണ്ടി ആവശ്യം കുറച്ച് വെള്ളം വേണം, വെയിലും വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അസോള വളർത്താൻ വേണ്ടി വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ അസോള വളർത്തുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണപ്പെടുന്ന ഈ അസോളസ് ഉണ്ടല്ലോ, ഈ അസോളസിന് നമുക്ക് മെയിനായിട്ട് ആവശ്യം ഒരു 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ തണുപ്പ് പാടില്ല. നമ്മുടെ കേരളത്തിലേക്കുള്ള ഈ ഒരു ക്ലൈമറ്റാണ് ഇതിന് ആവശ്യം. അത്യാവശ്യം ചൂട് വേണം. ഓക്കെ, പിന്നെ ന്യൂട്രിയൻ്റ് റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കിതിലിപ്പോൾ ഈ വെള്ളത്തിൽ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം മീനിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പലരും ചാണകം അടിയിൽ മണ്ണ് ഇട്ടിട്ട് ചാണകം ഇട്ടിട്ട് ആ ലെവലിൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം കുറച്ച് മീൻ ഇട്ടേക്കുക, കുറച്ച് ഗപ്പീസോ അങ്ങനെ എന്തെങ്കിലും ഫിഷ് ഇട്ടിരുന്നാൽ മാത്രം മതി. ഇതിന് ആവശ്യമായിട്ടുള്ള ഫിഷിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഞാനിതിലിപ്പോൾ മീൻ വളർത്തുകയാണെങ്കിൽ വെള്ളത്തിനകത്ത് മീൻ എന്തുണ്ടാവും, മീൻ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. എന്നാൽ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ മീനിൻ്റെ വേസ്റ്റ് ഇതിൽ കിടക്കുമ്പോൾ ആ വേസ്റ്റ് എന്ത് ചെയ്യും, അമോണിയ ഉണ്ട്. ആ അമോണിയയിൽ നൈട്രജൻ ഉണ്ട്. ആ നൈട്രജൻ എന്ത് ചെയ്യും, നമ്മുടെ ഈ അസോള വലിച്ചെടുക്കും. അസോള പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നൈട്രജനുണ്ട്. ആ നൈട്രജൻ ഡയറക്റ്റായിട്ട് പ്രകൃതിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ അസോള. അപ്പോൾ ഈ അസോള നമ്മൾ പ്ലാന്റ്സിന് നമുക്ക് വളമായിട്ട് ഇടാനും പറ്റും. സോ നമ്മുടെ കോഴിയൊക്കെ തീറ്റയായിട്ട് കൊടുക്കാനും പറ്റും. ഞാനിപ്പോൾ അത് കൊണ്ട് കാണിച്ചു തരാം. പിന്നെ അതിന് നമുക്ക് ആവശ്യം ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു പാർഷ്യൽ സൺലൈറ്റ് ആണെങ്കിലും ഇത് വളർന്നോളും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നില്ലേ, ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു വെട്ടം കിട്ടിയാൽ പോലെ അത് വളർന്നോളും കേട്ടോ. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറിൽ വേരിയേഷൻ ഉണ്ട്. പിഗ്മെൻറ്റേഷനിൽ ചെറിയൊരു റെഡിഷ് കളറായി മാറും അത്. പിന്നെ നമുക്കിതിന് ആവശ്യം പേസ്റ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊള്ളാം, ഓവർ പുഴുക്കളൊന്നും വരാതിരിക്കാൻ. ഇത് പുഴുവൊന്നും വരാറില്ല. ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനടുത്ത് കളയുക. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഒരു 5 മുതൽ 15 സെൻറ്റിമീറ്റർ ഡെപ്ത് മതി. ഇതിലിപ്പം ഡെപ്ത് കൂടുതലാണ്, വലിയ ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡെപ്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് പ്രൊപ്പഗേഷൻ ഞാൻ ആദ്യം കാണിച്ച മെത്തേഡാണ്. പ്രൊപ്പഗേഷൻ നമുക്ക് കുഞ്ഞുവിനായിട്ട് കട്ടായിട്ട് തനിയെ തന്നെ ആയിക്കോളും. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിത് കുഞ്ഞുവിന് കോഴിയൊക്കെ അങ്ങനെയുള്ള കാര്യത്തിനെ കൊടുക്കാം. ഞാനിപ്പോൾ എക്സാമ്പിൾ നമ്മളെ കുറച്ച് താറാവുകളുണ്ട്. ഞാൻ താറാവിനും കോഴിക്കും കുറച്ച് കൊണ്ടുപോയി കൊടുത്ത് കാണിച്ചിരുന്നു. സോ ഞാൻ ഇത്രയും മാത്രമാണ് ഇപ്പോഴത്തേക്ക് വേണ്ടി എടുത്തത്. അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഇത്രയും പറയാൻ നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുക്കും. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ എനിക്ക് ഇത്രയും മാത്രമേ എടുത്ത് കാണിച്ചു തരാൻ പറ്റൂ. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അസോള.
സോ നമുക്കിപ്പോൾ വീട്ടിലേക്ക് വളർത്തുന്നവർക്കാണെങ്കിൽ നമുക്ക് അസോള അല്ല, നമ്മുടെ ഇതുപോലത്തെ ഡബ്ബുകൾ ഉണ്ടാവില്ല, ഡബ്ബുകൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഡബ്ബുകളിൽ നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഡബ്ബിൽ ഇത് പക്ഷേ നമ്മൾ വെറും വെള്ളമാണ്. ഇപ്പോൾ വെള്ളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ചാണകം, പച്ച ചാണകം ഉണ്ടെങ്കിൽ കലക്കിയിട്ട് അതിൽ വളർത്താം. ഓക്കെ, വെറുതെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ വളരും, പക്ഷേ അതിൻ്റെ റേറ്റ് പറയാം. ആടാ താറാക്കുട്ടന്മാരെ. ഓക്കെ, ഇവർക്ക് ഞാൻ ഇവിടെ കൊണ്ട് ഫീഡ് കൊടുക്കുക. അതുകൊണ്ട് വേണ്ട ഇപ്പോൾ കഴിക്കുക വേണ്ട ഇത്രയാണ്. താറാവിനൊക്കെ അസോള എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ, വലിച്ച് കഴിക്കുന്നുണ്ട്. ഓക്കെ, അത് താറാവ് മാത്രമല്ല കോഴികൾ വന്ന് കഴിക്കാറുണ്ട്, പക്ഷേ ഇവരിപ്പോൾ താറാവ് വന്ന് കഴിക്കുന്നതുകൊണ്ടാണ് അവർ കഴിക്കാത്തതുണ്ട്. താറാവർക്ക് ഒരു ബെസ്റ്റ് ഫീഡ് തന്നെയാണ്, ഞാൻ ഡയറക്റ്റ് കാണിച്ചു തന്നിട്ടും കൂടെയുണ്ട്. അപ്പോൾ ഇതേപോലെ താറാവൊക്കെ ഒത്തിരി ഫീഡ് എടുക്കും ഇത്. ഓക്കെ, ഇതിപ്പോൾ നിറച്ചുകൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ കഴിക്കാത്ത, അല്ലെങ്കിൽ എല്ലാം കഴിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിച്ചോ, ഞാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇവരും കോഴികളെല്ലാവരും കൂടെയൊക്കെ കഴിക്കും അവിടെ നിന്ന്. ഞാൻ മാറി കൊടുക്കുമ്പോൾ അവർ കഴിക്കണം, ഞാൻ നിന്നുകൊണ്ട് ഒരു ഇതിലായിരിക്കും അവർ കഴിക്കായിരുന്നു ബാക്കി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് അസോള. ഇനി അടച്ചു വെച്ചില്ലെങ്കിൽ ഇത് വഴി ചാടും അവർ. ഓക്കെ, അപ്പോൾ ഇതാണ് അസോളയുടെ കാര്യം എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ അസോള നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ അസോള മേടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളത് ഒരു പാക്കറ്റ് വിൽക്കുന്നത് വെറും 50 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു പാക്കറ്റ് 50 അപ്പോൾ മിനിമം നമ്മുടെ കയ്യിൽ നിങ്ങൾ 2 പാക്കറ്റെങ്കിലും ഓർഡർ ചെയ്യണം. 2 പാക്കറ്റ് ഓർഡർ ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം കൂടെ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ മിനിമം എന്തെങ്കിലും 100 രൂപ സാധനം വാങ്ങണം. അപ്പോൾ അസോള മാത്രം മതി എന്നുള്ളവർ 2 പാക്കറ്റ് അസോള മേടിക്കണം. അത് പോയിട്ട് 90 രൂപയാണ് കൊറിയർ ചാർജ്. വേറെ കള്ളങ്ങളൊന്നുമില്ല, ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഈ 90 രൂപ കൊറിയർ ചാർജ് കൊണ്ട് 190 രൂപയാവും. അപ്പോൾ അസോള മേടിക്കാൻ താല്പര്യപ്പെടുന്ന ഇപ്പോൾ വീഡിയോ കാണുന്ന കൂടുതൽ നമ്മുടെ ഈ കോഴി, നമ്മളിപ്പോൾ എക്സാമ്പിൾ കോഴി വളർത്തുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കോഴി എല്ലാവരുടെയും വീട്ടിലും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമുള്ള ഫാമിലീസിന് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാണുന്നവർ നമുക്ക് പലർക്കും ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ അറിയില്ലാത്തവർ കാണും. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം, എൻ്റെ നമ്പർ ഇപ്പോൾ ഞാൻ പറയുന്ന നമ്പർ നോട്ട് ചെയ്യുക, 98 0 68 74. ഞാൻ എൻ്റെ വീഡിയോയിൽ ആ നമ്പർ കൊടുത്തേക്കാം. ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക, അസോള എന്ന് പറഞ്ഞ മെസ്സേജ് അയയ്ക്കുക. അസോള എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാൻ പറ്റില്ലെങ്കിൽ വോയിസ് ആയിട്ട് അയയ്ക്കുക, അസോള ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, പിൻകോഡ് അയച്ചു തരിക. പിന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പറാണ് ഈ 9809806874. അപ്പോൾ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പേ 190 രൂപ ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ചാൽ മതി. നമ്മളെല്ലാ തിങ്കളാഴ്ച, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളിലാണ് നമ്മൾ കൊറിയർ അയക്കാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു വ്യാഴോ ശനിയോ നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച അയക്കും. സോ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ കൊറിയർ അയക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അസോള എന്നുള്ള പ്ലാന്റ് എന്തുകൊണ്ട് നമ്മൾ ഞാനിവിടെ ഏകദേശമുള്ള എൻ്റെ പോട്ടിലും അസോള നിറച്ചിട്ടുണ്ട്. പിന്നെ പലരും വിചാരിക്കും 1 ലക്ഷം കിട്ടുമോ അസോളയിൽ നിന്ന്. കിട്ടാത്തത് എന്താണ്, എനിക്ക് ഏകദേശം ഈ ഒരു മന്ത് അല്ല, ഈ ഒരു വീക്ക് ഞാൻ പറയാം, ഈ ഒരു വീക്ക് എനിക്ക് അസോളയിൽ നിന്ന് ഏകദേശം 100 ഓർഡേഴ്സാണ് വന്നത്. ഈ ഒരു വീക്ക് 100 ഓർഡേഴ്സ് വെറും അസോള മാത്രം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 100 ഇൻറ്റു ആക്കി. അപ്പോൾ മനസ്സിലായില്ല, ഈ ഒരു ആഴ്ച കൊണ്ട് വന്നതാണ് ഓർഡർ, ഈ അസോളയിൽ നിന്ന് മാത്രം വന്ന ഓർഡറാണ്. സോ അപ്പോൾ നമുക്ക് ഈ അസോള നമുക്ക് സെയിലും കൂടെ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അസോള ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണ്. കാരണം നമ്മളിപ്പോൾ ഈ കോഴിക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട തവിടും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നല്ല എമൗണ്ട് മാറിയിട്ടുണ്ട്, പണ്ടത്തെ എമൗണ്ട് അല്ല ഇന്ന്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് ഇന്നോവേറ്റീവായിട്ട് നമുക്കും അതിനെ ചെറുത്ത് നിൽക്കണ്ടേ. സോ അസോള പോലത്തുള്ള ഇതുപോലത്തെ പ്ലാന്റ്സ് വളർത്താം. അസോള മാത്രമല്ല, ഡക്ക് വീഡ്സ് ഉണ്ട്. ഇവിടെ അസോള, എൻ്റെ എല്ലാ ടാങ്കുകളിലും അസോള ഉണ്ട് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒത്തിരി സ്റ്റോക്ക് അവൈലബിൾ ആണ്, വിത്ത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ വേറെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇത് കഴിക്കുന്നില്ല. പിന്നെ ഡക്ക് വീഡ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്ലാന്റിൻ്റെ പേര് അസോളയാണ്. പിന്നെ അടുത്തതായി ഇവിടെ കാണപ്പെടുന്ന ഡക്ക് വീഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഡക്ക് നല്ല രീതിയിൽ കഴിക്കുന്ന വീടാണ്. ഈ ഡക്ക് വീടിന് 50 രൂപയൊന്നുമില്ല, വെറും 20 രൂപയാണ് ഈ ഡക്ക് വീടിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.